ഹലോ ഗൈസ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. സോ എല്ലാ ദിവസവും മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ലെവൽസുകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ഒരു ട്രേഡറോ ഇൻവെസ്റ്ററോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. തീർച്ചയായിട്ടും വീഡിയോ ഫുൾ ആയിട്ട് കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് സെബിയുടെ ഒരു സ്റ്റഡി വന്നിട്ടുണ്ട്. അതായത് 93% ഇൻഡിവിജ്വൽ ആയ ട്രേഡേഴ്സ് ലോസ് മേക്കർ ആണെന്നതാണ്. അതും 2022-24 ഒരു സ്റ്റഡി കണക്കനുസരിച്ചാണ് 93%, അതായത് വെറും ഒരു 7% ആൾക്കാർ മാത്രമേ ട്രേഡിങ്ങിലൂടെ ക്യാഷ് ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കിയുള്ള 93% ആൾക്കാർ ലോസ് ആണ് ഉണ്ടാക്കുന്നത്. സോ നിങ്ങൾ ആദ്യം ഒരു ട്രേഡർ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഒരിക്കലും ലോസ് ആക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യരുത്. കാരണം നിങ്ങൾക്കിത് പറ്റുന്ന കാര്യമാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെറിയൊരു ക്യാപിറ്റൽ ഇട്ട് ചെയ്ത് പഠിക്കുക. അല്ലാണ്ട് നിങ്ങൾ ഒരുപാട് പണം നിങ്ങൾക്ക് ലോസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പണമൊന്നും കൊണ്ടുവന്ന് ഒരിക്കലും ട്രേഡ് ചെയ്യാതിരിക്കുക. ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലോസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് മാത്രം ഇട്ടുകൊണ്ട് ട്രേഡ് തുടങ്ങുക. സോ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചതൊക്കെ വിശദമായിട്ട് നോക്കാം. സോ വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. സോ ആദ്യം തന്നെ നമ്മുടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഡെയിലി ചാർട്ടാണിത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓരോ ദിവസവും മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ ഒരു റാലി കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ലെവൽ എന്ന് വെച്ചാൽ നിഫ്റ്റിയിൽ 26,000ഓളം പോയിന്റ് അടുത്ത്, അതായത് വെറും ഒരു 70 പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ഇനി 26,000ലേക്ക് എത്താനുള്ളൂ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഡെയിലി ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 54,000 എന്നുള്ള ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതും ഓൾ ടൈം ഹൈ ആണ്. സോ ബാങ്ക് നിഫ്റ്റിയും ഒരുപോലെ ഇപ്പോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ഇതിലാണ് ഉള്ളത് എന്ന് നമുക്ക് ഡെയിലി ക്യാൻഡിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് നാളെ പ്രധാനമായിട്ടും ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. സോ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ലെവൽസ്, ഇത് ഫിൻ നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസുകൾ നോക്കാം. ഫസ്റ്റ് പ്രധാനപ്പെട്ട ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു 25,000 ആണ്. സോ ഇന്ന് മാർക്കറ്റ് ജസ്റ്റ് അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒരു ചെറിയൊരു റിജക്ഷൻ കാണിച്ചിട്ടുള്ള ഒരു ലെവൽസ് ആണ് ഈ ഒരു 25. മാർക്കറ്റ് ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ഇൻ കേസ് നാളെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഒക്കെ ചെയ്ത് ഈ ഒരു ലെവൽസിലേക്ക് വീണ്ടും, അതായത് ഇന്നത്തെ ലോയിലേക്ക് 24,800 എന്ന ലെവലിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ, വന്ന് അവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സെല്ലിംഗ് സൈഡ് നോക്കാം. കാരണം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അപ് സൈഡ് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു റീട്രേസ്മെന്റ് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ മാർക്കറ്റ് ഒരു ഇവിടെ ഫ്ലാറ്റോ ഗ്യാപ് ഡൗൺ ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു ലെവലിലേക്ക് ടെസ്റ്റിംഗ് നടത്തുകയാണെങ്കിൽ, ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് സൈഡ് നോക്കാം. ഇൻ കേസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ ഈ ഒരു ലെവലുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അപ്സൈഡ് നോക്കാം. സോ നമുക്ക് ഫിൻ നിഫ്റ്റിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസുകൾ ഇതൊക്കെയാണ്. ഇത് നോക്കാനുള്ള ബാങ്ക് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് അതേ ഒരു പാറ്റേൺ തന്നെയാണ്. നമുക്കൊരു ട്രെൻഡ് ലൈൻ വരക്കാൻ പറ്റും ഇവിടെ, ഈ ഒരു ട്രെൻഡ് ലൈനും. പിന്നെ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ വേറെ ഒരു സൈക്കോളജിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് 54,000 ആണ്. സോ മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് സെല്ലിംഗ് സൈഡ് നോക്കാം. അതിന്റെ ടാർഗറ്റ് ഒരു 53,696 ഒക്കെ ആ ലെവലിലൊക്കെ നല്ലൊരു ഷാർപ്പ് സെല്ലിംഗ് ആണെങ്കിൽ കിട്ടാൻ സാധ്യത. അല്ലെങ്കിൽ നമുക്ക് അപ് സൈഡിലേക്ക് ഒരു വീക്ക് ആയിട്ടുള്ള സെല്ലിംഗ് ആണ് മാർക്കറ്റ് തരുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് ഇവിടുന്ന് റിവേഴ്സ് ആയിട്ട് ഈ 54,000 മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ് സൈഡിലേക്കുള്ള ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റും. സോ ഇനി നമുക്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ, നിഫ്റ്റിയിലെ ലെവൽസുകൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ലെവൽസ് എന്ന് പറയുന്നത് 26,000 ആണ്. ഓക്കെ, ഇതാണ് മാർക്കറ്റിലെ ഒരു സൈക്കോളജി. മാർക്കറ്റ് ഇൻ കേസ് നാളെ ഓപ്പൺ ചെയ്തിട്ട് ഈ ലെവലൊക്കെ ടച്ച് ചെയ്തിട്ട് ഉടൻ റിവേഴ്സ് ഒക്കെ ആകുന്നുണ്ടെങ്കിൽ ഒരു ഷാർപ്പ് സെല്ലിംഗ് സൈഡ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഒരു മാർക്കറ്റ് പെട്ടെന്ന് ഒരു അപ്സൈഡിലേക്ക് പോയിട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്യാതെ റിവേഴ്സ് വരികയാണെങ്കിൽ
നമുക്കൊരു സെല്ലിംഗ് സൈഡ് നോക്കാൻ പറ്റും. സെല്ലിംഗ് സൈഡ് പറയുന്നത് മാർക്കറ്റ് ബുള്ളിഷ് ആണ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ ഒരു റീട്രേസ്മെന്റ് ട്രേഡ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുക. അല്ലാതെ ഒരു വലിയൊരു സെല്ലിംഗ് പൊസിഷൻ എടുക്കാനല്ല. ചെറിയൊരു ട്രേഡ് ഒക്കെ നമുക്കൊരു റീട്രേസ്മെന്റ് ട്രേഡ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൂടാതെ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ലെവലും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇന്നത്തെ ഒരു ലോയിലേക്ക് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ, മാർക്കറ്റ് ഇവിടെ വന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്ത് ഇതൊരു ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു സെല്ലിംഗ് സൈഡിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് നോക്കാം. അതല്ല, മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു ലെവലിൽ ടെസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ലെവലൊന്നും എത്തുന്നില്ലെങ്കിൽ വീണ്ടും റിവേഴ്സ് ആയിട്ട് ഒരു അപ്സൈഡ് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ, അതായത് ഇന്നത്തെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു ട്രേഡ് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് ഒരു 26,000 വെക്കാനുള്ള പോസിബിലിറ്റി. എന്തായാലും ഈ ഒരു വീക്കിലി എക്സ്പയറി ഡേന്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് ഒന്ന് ഡൗൺ സൈഡ് പോയിട്ട് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി സാധ്യതയുള്ളൂ. കാരണം മാർക്കറ്റ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നല്ലൊരു ഷാർപ്പ് ബുള്ളിഷാണ്. ഇന്നും മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തിട്ട് നല്ല ഒരു അപ്സൈഡിലേക്ക് ഫസ്റ്റ് കുറച്ച് സെല്ലിംഗ് കാണിച്ചെങ്കിലും സെക്കൻഡ് ഹാഫിൽ നല്ലൊരു അപ്സൈഡ് മൂവ്മെന്റ് തന്നിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നാളത്തേക്ക് വേണ്ടിയുള്ള ലെവൽസുകൾ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രേഡർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.